ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് വന്ന് 3 ദിവസം ഡൽഹിയിൽ നിന്നുള്ള ഏജൻസിയിൽ നിന്നുള്ള ആൾക്കാർ അവർക്ക് വേണ്ടി ഞങ്ങളുടെ കാര്യങ്ങൾ സവർ ചെയ്ത് അവർക്ക് വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്തു. സർക്കാർ പുറത്തുനിന്ന് ഏറ്റെടുക്കുന്ന സ്ഥലമായിട്ട് നോട്ടിഫിക്കേഷനായി. പിന്നെ ഈ സ്ഥലം മേടിക്കാൻ ആരും വരത്തില്ല. ഇപ്പോഴും ഗവൺമെൻറ് വിജ്ഞാപനം അനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാക്കി ഇട്ടിരിക്കുക. ഇത് ഈ ഭരിക്കുന്നവർക്ക് വ്യക്തികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇട്ട് വലിപ്പിക്കുന്നത്? നമസ്കാരം. നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി സർക്കാർ കണ്ടെത്തിയ ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമി സംബന്ധിച്ച് തർക്കം തുടരുകയാണ്. വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുത്താലും ഇല്ലെങ്കിലും സർക്കാരിനും സ്വകാര്യ വ്യക്തികൾക്കൊന്നും നഷ്ടമുണ്ടാകില്ല. എന്നാൽ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഭൂമിക്ക് വെളിയിൽ താമസിക്കുന്ന ഒരു കുടുംബം ഏറെ ദുരിതത്തിലാണ്. 2 പിഞ്ചു മക്കളുമായി താമസിക്കുന്ന ലിജിൻ മാത്യുവിൻ്റെ ദുരിതാവസ്ഥ മറുനാടൻ മുൻപ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. കറിക്കാട്ടൂരിലെ കേരള ബാങ്കിൽ നിന്നാണ് ചാരുവേലി സ്വദേശിയായ ലിജിൻ മാത്യു 2017 കാലഘട്ടത്തിൽ വായ്പ എടുത്തത്. 20 വർഷത്തെ കാലാവധി തിരിച്ചടവിലാണ് വായ്പ എടുത്തത്. എന്നാൽ സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനാൽ ഇപ്പോൾ ഇവർക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായതോടെ ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന വിജ്ഞാപനം ഇറക്കിയിരിക്കുന്ന ഭൂമി സംബന്ധിച്ച് ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് യാതൊരു തീരുമാനവും ഇല്ലാതെ നീണ്ടുപോകുന്നതോടെ ലിജിൻ മാത്യുവിൻ്റെ ദുരിതമാണ് വർദ്ധിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത്, കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി ബാങ്കിൻ്റെ അധികാരികളും കമ്മീഷൻ ഇവിടെ വന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർ ഫെബ്രുവരി 17 വരെ ടൈം തന്നു. സീല് വെക്കാനാണ് വന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016-17 ലോൺ എടുത്തു. 20 വർഷത്തെ കാലാവധിക്കാണ് ലോൺ എടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാതൊരു പെൻഡിങ്ങും ഇല്ല. 2019 വരെ അടച്ചു. 2019 ഹസ്ബൻഡിന് അസുഖം ബാധിച്ച് എക്സിറ്റ് അടിച്ചാണ് വന്നത്. തുടർന്ന് ഈ കാര്യങ്ങൾ വിദേശത്ത് കുവൈറ്റിൽ നല്ല ജോലിയായിരുന്നു. അപ്പം അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് മുന്നോട്ട് എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ബാങ്കിങ് ലോണ്, കുട്ടികളെ വീട്ടു ചെലവ് കാര്യങ്ങൾക്കെല്ലാം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഇൻകം സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടി ഞങ്ങൾ സ്ഥലം വിൽക്കാൻ ഒരുങ്ങി. ഫസ്റ്റ് ടൈമിൽ കൊറോണയുടെ സമയമായിരുന്നു. അതിന് ശേഷം സ്ഥലം വിൽക്കാൻ ഒരുങ്ങുമ്പോൾ ഇവിടെ എന്താ പറയുക, സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി, കാറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന സ്റ്റഡി. ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് വന്ന് 3 ദിവസം ഡൽഹിയിൽ നിന്നുള്ള ഏജൻസിയിൽ നിന്നുള്ള ആൾക്കാർ അവർക്ക് വേണ്ടി ഞങ്ങളുടെ കാര്യങ്ങൾ സവർ ചെയ്ത് അവർക്ക് വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്തു. അങ്ങനെയൊക്കെ നടന്നതുകൊണ്ടും പിന്നെ അതിനുശേഷം കച്ചവടം ഉറപ്പിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉറപ്പിച്ചപ്പോൾ അവിടെ നോട്ടിഫിക്കേഷനിൽ പെടാൻ പോവാണ്. പിന്നെ അതിനുശേഷം 11+1 അനുസരിച്ച് സർക്കാർ പുറത്തുനിന്ന് ഏറ്റെടുക്കുന്ന സ്ഥലമായിട്ട് നോട്ടിഫിക്കേഷനായി. പിന്നെ ഈ സ്ഥലം മേടിക്കാൻ ആരും വരത്തില്ല. ഇവിടെ തന്നെ കച്ചവടങ്ങളൊക്കെ നടന്നിട്ട് 4-5 വർഷമായി. 2020 ശേഷം ഇവിടെ കച്ചവടങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഇത് വിൽക്കുന്നത്? ഗവൺമെൻറ് തൊട്ട് പിന്മാറത്തുമില്ല. ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ വേറെ സോഴ്സ് ഇല്ല. ഈ കാര്യങ്ങളെല്ലാം ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ഗവൺമെൻറ് അധികാരികളെയും ബാങ്ക് അറിയിച്ചതാണ്. അങ്ങനെ 2024 ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ഉത്തരവ് വന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുക. പെട്ടെന്ന് എങ്ങനെയാണ് ഇത് കോടതിയിലായത്? അപ്പോൾ ഇത് എൻ്റെ കാര്യങ്ങൾ അറിയാം. ഗവൺമെൻറ് ഇത് ഇപ്പോഴും ഗവൺമെൻറ് വിജ്ഞാപനം അനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാക്കി ഇട്ടിരിക്കുക. ഇത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാക്കി ഇട്ടിരിക്കുക, കുറ്റി അടിച്ചിട്ടിരിക്കുക. ഔദ്യോഗികമായിട്ട് ഗസറ്റ് വഴി ഇത് വിജ്ഞാപനം പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയായിട്ട് ഇരിക്കെ ബാങ്കിനെ ഇങ്ങനെ ചെയ്യും. ബാങ്കിൻ്റെ ജോലിക്കാരെന്ന് പറയുന്ന അവർ ഫോഴ്സ്ഫുള്ളി മേളിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണ് അവർക്കത് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ മേളിലിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ആരാ? നമ്മുടെ കേരളത്തെ ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് ഈ ബാങ്കിൻ്റെ ടോപ്പിൽ ഇരിക്കുന്നതും. അപ്പം ഞങ്ങൾ 16-17 കാലഘട്ടത്തിൽ ലോൺ എടുക്കുമ്പോൾ ഇത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കായിരുന്നു. അതിനുശേഷമാണ് ഇത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരിക്കുന്നത്. ഞങ്ങൾ ടേംസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം സൈൻ ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയാണ്. ഇത് ലിസ്റ്റഡ് ബാങ്ക് ആക്കി. അപ്പോൾ ഇത് മൊത്തത്തിൽ ലിസ്റ്റ് ബാങ്കിൻ്റെ അണ്ടറിലാണ്, റിസർവ് ബാങ്കിൻ്റെ അണ്ടറിലാണെന്ന് നമുക്ക് അറിയത്തില്ല, ആണോന്ന് അറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ പെട്ടെന്ന് ഈ ഉത്തരവിൻ്റെ പുറകെ കോടതി കേസ് ഇട്ടാലേ ഈ സമയമാകുമ്പോഴത്തേനും ഓർഡർ ഇതുപോലെ വരാനൊക്കത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ധൃതിയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണെന്ന് ഇരിക്കെ ഇത് ചെയ്തത്? എന്നെ പുറത്തിറക്കിയിട്ട് ബാങ്കിൻ്റെ നിയമം വെച്ച് നോക്കുമ്പം അവരുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് നമ്മൾ എല്ലാ വർഷവും അവരുടെ നിർദ്ദേശം അനുസരിച്ച് പൈസ അടയ്ക്കണം. 2022 നമ്മൾ തൊട്ടടുത്തുള്ള മുല്ലയ്ക്കൽ ജോജി മാത്യുവിൻ്റെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും 4 ലക്ഷം രൂപ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർ മനം നൊന്താണ് എനിക്ക് തന്നിരിക്കുന്നത്. അത് അടയ്ക്കണം. അതും അപ്പോൾ അതിനൊരു പ്രൂഫിന് വേണ്ടി അതും നമ്മൾ നിയമപരമായിട്ട് തെളിയിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട്.
രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിപ്പം കോടതിയിലാക്കി. ഇപ്പോൾ എന്നെ ഇവിടെ ഭരിക്കുന്നത് ബാങ്ക് റെഗുലേഷനായിട്ട് അത് ഓക്കെയാണ്. കാരണം ബാങ്കിൻ്റെ നിയമം അനുസരിച്ച് ഞാൻ പൈസ അടയ്ക്കുന്നു, എനിക്ക് ഈ സ്ഥലം വിൽക്കാതെ പൈസ അടയ്ക്കാൻ ഒക്കത്തില്ല. പിന്നെ വന്നിരിക്കുന്ന റീഹാബിലിറ്റേഷൻ 2013 ആക്ട്. ആ ആക്ട് അനുസരിച്ച് ഗവൺമെൻറ് ഏത് ഭൂമിയും ഏതൊരു കാര്യത്തിനും പ്രൊജക്റ്റിനും ഗവൺമെൻറ് ഏറ്റെടുക്കാമെന്നുള്ള റീഹാബിലിറ്റേഷൻ ആക്ട് അനുസരിച്ച് ഇത് ഗവൺമെൻറ് കൈപിടിച്ച് വെച്ചിരിക്കുക. അപ്പം ഞാൻ കരമടയ്ക്കുന്ന ഈ ഭൂമി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള ഭൂമി, എനിക്ക് 2 കുഞ്ഞുങ്ങളും ഞാൻ വിധവയാണ്, എനിക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങളായിപ്പോൾ ഉള്ളത്. അപ്പം എന്താണ് ഇവിടുത്തെ നിയമം എന്താണ്? അതായത് ഒരു വശത്ത് റീഹാബിലിറ്റേഷൻ ആക്ട് അനുസരിച്ച് നമ്മുടെ ഭൂമി ഗവൺമെൻറ് കൈവശം വെച്ചിരിക്കുക, ഇട്ട് വലിപ്പിക്കുക. അപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അലക്ഷ്യമാവുമെന്ന് അറിയത്തില്ല. കോടതി ഇവർ കൊടുക്കുന്ന കേസിനല്ല ഒരുമാതിരി റെഫറി പോലെ ആദ്യം ഒരു ഇൻ്ററിം സ്റ്റേ കൊടുത്തു, അതിനുശേഷം ഇപ്പോൾ ഇത്രയും ഭൂമി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് റദ്ദ് ചെയ്തു. പക്ഷേ ഗവൺമെൻറ് അപ്പീലുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ സ്വകാര്യ ആളുകളുടെ ഉടമസ്ഥതയാണ് ഭൂമി എന്ന് പറയുന്നത്. അത് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ അത് കേസ് അങ്ങനെ പോട്ടെ. അപ്പം ആരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണെങ്കിലും ഗവൺമെന്റിന് അത് ഏറ്റെടുക്കണമെങ്കിൽ ഇപ്പം സാധിക്കുമല്ലോ, ഇട്ട് വലിപ്പിക്കുകയാണ്. അതിപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഈ ഭരിക്കുന്നവർക്ക് വ്യക്തികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇട്ട് വലിപ്പിക്കുന്നത്. വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ല. നിങ്ങൾ പുറത്ത് താമസിക്കുന്ന ആളുകളുടെ ജീവിതമാണ് പ്രതിസന്ധിയിലായി. പുറത്ത് താമസിക്കുന്ന ആൾക്കാരുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഏറ്റവും പതറ്റിക്കായിട്ടിരിക്കുന്ന ഇപ്പം ഞാനാ. കാരണം എനിക്ക് 2 കുട്ടികളെ, ഹസ്ബൻഡ് മരിച്ചുപോയി, ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ ജോലിക്കും? അത് തന്നെയല്ല, നമ്മൾ പോയി കുറച്ചേറെ പൈസ അടച്ചതാണ്, വീണ്ടും അത് 28 ലാഖായിട്ടാണ് ഇരിക്കുന്നത്. ഹസ്ബൻഡിനാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ട അസുഖമായിരുന്നു, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ആൻറ്റിബോഡി ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിലവിലിരിക്കെ ഇതെന്തുകൊണ്ട് എൻ്റെ മാത്രം ധൃതി വെച്ച് കോടതിയിലാക്കി? ഇതിനെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടോ? കാരണം ഞങ്ങൾക്ക് ഈ സ്ഥലം വിറ്റിട്ട് കടങ്ങൾ വീട്ടിയിട്ട് വേണം ബാക്കിയുള്ളതും കൊണ്ട് ഒരു ചെറിയ വീടാണെങ്കിലും അവരുടെ ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയിട്ട് ജീവിത കാര്യങ്ങളിലേക്ക് കണ്ടെത്തുന്നതിന് പോകേണ്ടത്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ ഈ ദുരിതത്തിലാക്കിയിരിക്കുന്ന ഗവൺമെൻറ്റാണ്. റീഹാബിലിറ്റേഷൻ ആക്ട് ഉപയോഗിച്ച് എന്നെ ഇപ്പം ഈ ഒരു അവസ്ഥയിലാക്കിയിരിക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പം ഗവൺമെൻറ് ഒന്നെങ്കിൽ ഇത് ഏറ്റെടുക്കാൻ താമസം ഉണ്ടെങ്കിൽ ഇത് എനിക്ക് അടയ്ക്കാനുള്ള നഷ്ടപരിഹാരം തന്നല്ലേ എടുക്കുന്നത്. അപ്പം ഞാൻ ചുമ്മാ ഔദാര്യമല്ലല്ലോ ചോദിക്കുന്നത്. എൻ്റെ വസ്തു അതിന് മേളിലുണ്ട്, ഏകദേശം 19 ലക്ഷം രൂപ കുറഞ്ഞത് കിട്ടുന്ന വസ്തുവായത്. അപ്പോൾ എനിക്ക് തരാനുള്ള പൈസ ബാങ്കിലോട്ട് അടയ്ക്കുന്നേ, പിന്നെ തരുമ്പോൾ എനിക്ക് തന്നാൽ മതി. ഞാൻ പറയുന്നത് ന്യായമല്ലേ? എനിക്ക് തന്നാൽ മതിയെന്നേ. ഇതിപ്പോൾ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ദുരുപയോഗം ചോദിക്കാൻ ഒരു കോടതി ഇവിടെ ഇല്ല, ഉണ്ടോ? റീഹാബിലിറ്റേഷൻ ആക്ട് ഏറ്റെടുക്കുന്നു. ഈ ജനങ്ങളെ എന്തുകൊണ്ട് കോടതി മനസ്സിലാക്കുന്നില്ല? ജനങ്ങളെ മനസ്സിലാക്കണ്ടല്ലേ നിയമവ്യവസ്ഥ. ഇപ്പം സ്ത്രീകളും കുട്ടികളും സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് ഘോരം പ്രസംഗിക്കുന്ന ഈ ഗവൺമെൻറ്റും സ്ത്രീ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നവർ എന്തുകൊണ്ട് എൻ്റെ കാര്യം അറിയുന്നില്ല? ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് ഉള്ളിൽ സങ്കടമുണ്ട്, പുറമേ കരഞ്ഞ് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം കരഞ്ഞ് കാണിക്കാനല്ല നമുക്ക്. ഞാൻ നിങ്ങൾ നിയമപോരാട്ടവുമായി നിങ്ങൾ ഫൈറ്റ് ചെയ്തല്ലോ, ഹ്യൂമൻ റൈറ്റ്സിൽ പോയി. സ്വന്തം നിലയ്ക്കാണ്, ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ സ്വന്തം നിലയ്ക്ക് ഞാൻ പോയി. കാരണം എനിക്ക് വീട്ടിൽ അമ്മ പ്രായമുള്ളതാണ്, അവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യം. കാരണം എനിക്ക് അവരെ ഉള്ളൂ. ഒരു അനുകമ്പ ഉണ്ടായിട്ടില്ല നിലവിൽ. അധികാരികളെ എല്ലാം അറിയിച്ചിട്ട് അനുകമ്പ ഉണ്ടായിട്ടില്ല. ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് ഉള്ളവരുടെ എന്നോട് സംസാരിക്കുമ്പോൾ അറിയാം അവർ പറ്റിപ്പോയതാണെന്നറിയാം. ശരിക്കും ഒരു രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ സാധിക്കുമായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ കൂടെയുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളാണെന്നുണ്ടെങ്കിലോ നമ്മൾ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നമ്മളോട് അതുപോലെ ഉള്ള ഒരാളുടെ ഒരു ബന്ധുവൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്തൊന്ന് സില്ലിയായിട്ട് ഊരിപ്പോരായിരുന്നു. കാരണം മറ്റുള്ളവരെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തോട്ട് മിനിസ്റ്ററിൻ്റെ ഫിനാൻഷ്യൽ അദ്ദേഹത്തിന് പലർക്കും ഞാൻ മെയിൽ അയച്ചു, റിപ്പോർട്ട് വന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഒരാളെ വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ ലിജിൻ മാത്യു എന്ന് കേൾപ്പോഴും ഫോൺ കട്ടാക്കുകയാണ്. ഈ 17-ാം തീയതി നിങ്ങളെ ഇവിടുന്ന് ഇറക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇറക്കുവാണെങ്കിൽ എനിക്ക് പെരുവഴി ആധാരം. കാരണം ഇതിനേക്കാളും റിച്ച് ആകും. വഴി ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കിടക്കുമല്ലേ. കുടുംബ വീട്ടിലേക്കൊന്നും പോകാനുള്ള സാഹചര്യം ഇല്ലായിരിക്കും. കുടുംബം അതൊക്കെ ശാശ്വതമല്ലെന്നേ. നമ്മൾ എന്താ പറയുക, നമ്മളെപ്പോഴും ഒരു ജെനുവിനായിട്ടല്ലേ ചിന്തിക്കണ്ടേ. പക്ഷെ സ്വന്തം മണ്ണ് നോക്കി നിൽക്കുമ്പോൾ പോകുമ്പോഴും ഇങ്ങനെ കൈവിട്ടു പോകുന്ന അവസ്ഥ കിട്ടാനുള്ളതിൻ്റെ 3 ഇരട്ടിയാണ് ഇവർ കൈക്കലാക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ വെളിയിൽ പോയി നിൽക്കേണ്ടത്. കാരണം എൻ്റെ കുഞ്ഞ് ഇനിയിപ്പോൾ ഇവിടുത്തെ നിയമത്തിനോട്, ബഹുമാനപ്പെട്ട കോടതിയോട്, കേരള മിനിസ്റ്ററിനോട്, കേരള ഗവൺമെൻറ്റിനോടെല്ലാം എനിക്ക് ചോദിക്കേണ്ടത്, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളാണ് എന്നെ ഈ പരുവത്തിൽ ആക്കിയിട്ടിരിക്കുന്നത്. എൻ്റെ കുട്ടികളെ എന്നെയും ഈ പരുവത്തിലാക്കി ഇട്ടിരിക്കുന്നത് നിങ്ങളാണ്. ഒന്നെങ്കിൽ സ്ഥലം എടുത്ത്, കാരണം മൊത്തം തരണ്ടെന്നേ, ഈ ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ ഇപ്പം അങ്ങോട്ട് അടച്ചിട്ട് എന്നെ സുരക്ഷിതമാക്കുക. ബിക്കോസ് ഞാനൊരു വിഡോയാണ്, എൻ്റെ കുട്ടികൾ മൈനർ കുട്ടികളാണ്. എനിക്ക് കുട്ടികളെ ഇട്ടിട്ട് ജോലി കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു ജോലി തരട്ടെ. പിള്ളേരുടെ സ്കൂൾ ടൈം
എനിക്ക് കിട്ടാൻ പോകുന്ന ജോലികളുടെ വർക്കിംഗ് ടൈം ഒരിക്കലും മാച്ച് അല്ല. അപ്പം കുട്ടികളെ ആര് നോക്കും? കുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. എനിക്ക് എൻ്റെ പിള്ളേരെ, ഞാൻ പ്രസവിച്ച പിള്ളേരാണ്, എനിക്ക് നോക്കണം അവരെ. അവരിപ്പം 4ലും 5ലും പഠിക്കുന്നു. ലിജിൻ മാത്യുവിൻ്റെ ദുരിതം ഇതാണ്. പക്ഷേ ബാങ്ക് പറയുന്നത് തിരിച്ചടവ് കാലാവധി വൈകിയതിനാലാണ് ജപ്തി നടപടിയിലേക്ക് കടന്നത്. അത് സർഫാസി ആക്ട് പ്രകാരമുള്ള ജപ്തി നടപടികളാണ്. എന്നാൽ ഈ ജപ്തി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഇവർ പറയുന്നത് ന്യായമായ ഒരു ആവശ്യമാണ്. ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം വരുമെന്ന് പറഞ്ഞാണ് ഈ സമീപ പ്രദേശങ്ങളിലുള്ള, അതായത് ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ പുറത്തുള്ള 300 കുടുംബങ്ങളുടെ ഭൂമി സർക്കാർ അത് ഏറ്റെടുക്കുന്നതായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള നിരവധി ആളുകൾക്ക് ഇപ്പോൾ ലോൺ എടുക്കുന്നതിനോ മറ്റ് ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നതിനോ കഴിയാത്ത ഒരു സാഹചര്യവുമാണ്. അവർ അത് സംബന്ധിച്ച് കോടതിയിലൊക്കെ പോയിട്ടുമുണ്ട്. എന്നാൽ ലിജിൻ മാത്യുവിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് തന്നെയാണ്. ഇത്തരത്തിൽ അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് ബാങ്ക് എടുപടിയുന്ന ഏറ്റെടുക്കുന്നത്. കേരള ബാങ്കിൻ്റെ കറിക്കാട്ടൂർ ശാഖയാണ് ജപ്തി നടപടിയിലേക്ക് കടക്കുന്നത്. ഇവർക്ക് വലിയ നഷ്ടമാണ് നൽകേണ്ടി വരുന്നത്. ഒപ്പം 2 പിഞ്ചു മക്കളുമായി എവിടേക്ക് ഇറങ്ങും എന്നൊരു ആശങ്കയിലാണ് ലിജിൻ മാത്യു കഴിയുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.